എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഹെവി അപ്പ് ട്രെൻഡിലായിരുന്നു. അതിന് മെയിൻ കാരണം നമ്മുടെ ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ വന്നപ്പം അത് BJPക്ക് അനുകൂലമായിട്ട്, ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് വന്നപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു എഫക്റ്റ് മാർക്കറ്റ് നല്ല ഹെവി അപ്പായിരുന്നു. മാർക്കറ്റ് ഏകദേശം ഒരു 800 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് അപ്പിൽ പോയി. പക്ഷെങ്കിൽ ഓപ്പണിങ്ങിൽ അടിച്ച ഹൈ പിന്നീട് അടിച്ചിട്ടില്ല. പക്ഷേ ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ച അപ്പ് ട്രെൻഡിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഏകദേശം 2000 പോയിൻറ്റിന് മുകളിൽ നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ ഇനി നാളെ ആക്ച്വൽ റിസൾട്ട് വരുന്ന ദിവസം, അപ്പോൾ നാളെ ഹെവി മൂവ്മെൻറ്റ് കാണും മാർക്കറ്റിൽ. മാർക്കറ്റ് ഇന്ന് 700-800 പോയിൻറ്റ് പ്ലസ്സിലായിട്ട് പോലും നമ്മളെടുത്ത ഷെയറിനകത്ത് നമ്മൾ എടുത്തിരുന്ന ഷെയർ 17 ഷെയറാണ് എടുത്തിരുന്നത്. 17 ഷെയർ എടുത്തതിൽ 12 ഷെയറിനകത്ത് നമുക്ക് നല്ല രീതിയിൽ സെല്ലിങ് ചാൻസ് തന്നു. നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു ആ ഷെയറിനകത്തു നിന്ന്. അത് കുറച്ച് ഷെയർ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തു നിന്നുള്ള ഷെയർസിനകത്തു നിന്ന് കുറച്ച് ഷെയർ ഞാൻ കാണിച്ചു തരാം. GPIL എന്ന് പറയുന്നൊരു ഷെയർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ R2 പോയിട്ട് ഇറങ്ങി. R2 പോയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ 1022 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് 1020 എന്ന് 969, അതായത് 70, ഏകദേശം 50 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം സുല എന്ന് പറയുന്ന ഷെയർ അതും നോക്കിയേ, ഓപ്പണിംഗ് ഹൈ പിന്നെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, പിന്നെ R1 മുകളിൽ പോയി ഇറങ്ങി. R1 മുകളിൽ ഓപ്പണിംഗ് വന്ന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ 541 രൂപ എൻട്രി എടുത്താൽ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ 508, 32 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. തന്നെ സൂപ്പർ പ്രോഫിറ്റാണ് എല്ലാ ഷെയറും തരുന്നത്. അതുപോലെ ബിക്കാജി എന്ന് പറയുന്ന ഷെയർ ഓപ്പൺ ഹൈയിൽ ഓപ്പണായി, R1 മുകളിൽ ഓപ്പണായി നേരെ താഴോട്ട് ഇറങ്ങി. ഇത്രയും മാർക്കറ്റ് പ്ലസ്സിലായിട്ട് പോലും നമ്മൾ ഈ പറഞ്ഞ ഷെയറുകളെല്ലാം താഴെ പോയി. കണ്ടില്ലേ, R1 അവിടെ നമ്മളിവിടെ ഒരു എൻട്രി എടുത്ത് 609 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 577, ഏകദേശം 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതിനകത്ത് പ്രോഫിറ്റ്. പിന്നെ DB റിയാലിറ്റി എന്ന് പറയുന്ന ഷെയർ, DB റിയാലിറ്റി R1 മുകളിൽ ഓപ്പണായി ഇറങ്ങിപ്പോകുന്നു. R1 മുകളിലായപ്പോൾ നമ്മൾ R1 താഴെ വരുമ്പോൾ 211.50 എൻട്രി എടുത്താൽ 11 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. അതുപോലെ 5 സ്റ്റാർ എന്ന് പറയുന്ന 5 സ്റ്റാർ അത് കണ്ടില്ലേ, ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ മുകളിൽ പോയി, R1 അടിച്ചില്ല, തിരിച്ചിറങ്ങി പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങിയപ്പോൾ നമുക്കിവിടെ എൻട്രിയാണ്. 771 എൻട്രി എടുത്താൽ 738, അതായത് ഏകദേശം 770 എന്നെടുത്താൽ 30 രൂപയ്ക്ക് അടുത്ത് ഇതിനകത്ത് നല്ല പ്രോഫിറ്റ്. നമുക്ക് റിസ്ക്കേ എഴുതുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം പോലും അത് മേപ്പോട്ട് പോകുന്നില്ല ഷെയർ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ JWL എന്ന് പറയുന്ന ഷെയർ, JWLനകത്ത് അധികം നമുക്ക് ചാൻസ് തന്നിട്ടില്ല. ഇവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. 651 എടുത്താൽ നമുക്കൊരു 634, 15 രൂപ എടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം KNR കൺസ്ട്രക്ഷൻ ഓപ്പൺ R1 മുകളിൽ പോയി നേരെ ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. ലെവൽ കട്ട് ചെയ്യുമ്പോൾ R1 കട്ട് ചെയ്യുമ്പോൾ എൻട്രി നമ്മളിവിടെ 333 എൻട്രി എടുത്താൽ നമുക്ക് 322 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ 11 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതിനകത്തും കിട്ടുന്നുണ്ട്. അതുപോലെ ഇമാമി എന്ന് പറയുന്ന ഷെയർ, ഇമാമി ഓപ്പണിങ്ങിൽ R1 ടച്ച് ചെയ്ത് ഇറങ്ങി. നമ്മൾ ഈ റേഞ്ചിൽ 647, 48 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ നോക്കിയേ 617 വരെ 10, 33, 34 രൂപ പ്രോഫിറ്റ് അതിനകത്തും തരുന്നുണ്ട്. അതിന് ശേഷം ഫോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്ന് ഒരു എൻട്രി എടുത്ത് 3290-95 റേഞ്ച് എടുത്താൽ നമുക്ക് 3162, ഏകദേശം 130 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വന്നു. പിന്നെ അത് വൺ സൈഡ് കയറി പോകുമായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു നല്ല സൂപ്പർ എൻട്രിയാണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പം ഇത്രയും ഷെയർ, ഇനി 2-3 ഷെയർ ഇവിടെ ഉണ്ട്. 10-12 ഷെയറോളം നമുക്ക് നല്ല ചാൻസാണ് തന്നെ. നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ആൾക്കാർക്ക്. നമ്മൾ പറയുന്ന ആ രീതി ചെയ്താൽ. ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ നോക്കി പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അത് പഠിച്ചാൽ മതി. ഇത്രയും മാർക്കറ്റ് നമുക്ക് ഷോർട്ട് ചെയ്ത് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഷോർട്ട് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും
ഏത് ടൈപ്പ് മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് പറ്റും. പക്ഷെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുന്ന രീതി ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അത്രയും കാര്യമായി ചെയ്താൽ മതി. നമുക്കിനി നാളെ ഇപ്പം ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പം ഇലക്ഷൻ റിസൾട്ട് ഹെവി മൂവ്മെൻറ്റ് കാണും. പക്ഷെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ വന്ന ചാൻസ് എടുക്കാൻ പറ്റിയ ഷെയറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 16 ഷെയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 16 ഷെയറിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്ന്, ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കുക. അതല്ല R1, R2, R3 ഏത് റേഞ്ചിലാണോ പോയിട്ട് താഴോട്ട് ഇറങ്ങുന്നത് ആ റേഞ്ചിൽ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ നാളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയറുകൾ ഈ അഡാനി ഗ്രൂപ്പുകൾ. ഇപ്പോൾ അഡാനി പവറേ ഞാൻ എടുത്തിട്ടുള്ളൂ, പക്ഷേ അഡാനി ഗ്രൂപ്പുകൾ ശ്രദ്ധിക്കണം. ഇന്ന് ഹെവി മൂവ്മെൻറ്റ് വന്ന ഷെയറുകളാണ്. നാളെ റിസൾട്ടിൻ്റെ അനുസരിച്ചുള്ളൊരു മൂവ്മെൻറ്റ്, ഹെവി മൂവ്മെൻറ്റ് വരും അതിൽ. അഥവാ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലല്ല റിസൾട്ട് എങ്കിൽ ഇന്ന് കയറിയ ഷെയറുകളെല്ലാം അതുപോലെ ഇറങ്ങിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് PSU കമ്പനികളെ, അഡാനി ഗ്രൂപ്പ്, ജിന്ദാൽ ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഷെയറുകൾ ഞാൻ പറയുന്നത് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്ത പോലല്ല വന്നതെങ്കിൽ, മനസ്സിലായോ? അത് അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും. അതല്ല എങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ ലെവലുകൾ വന്നിറങ്ങുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ കിട്ടുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ മസ്ഡോക്ക് ശ്രദ്ധിക്കുക പ്രത്യേകം. മസ്ഡോക്കിനകത്ത് ഈ ഹൈ വരുമോയെന്നറിയില്ല, എന്നാലും ഈ 3300 മുകളിൽ പോയിട്ട് ഈ ആവറേജ് കെട്ടുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ SJB എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ചോ അതല്ല എങ്കിൽ ഈ ഹൈയുടെ മുകളിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് എടുക്കാം. ചിത്താഗ്രായി നല്ല ചാൻസ് ആയിരിക്കും നാളെ കിട്ടാൻ പോകുന്നത്. ചിത്താഗ്രായിക്കകത്തും ഈ R1 റേഞ്ച് ഇന്ന് നോക്കിയാൽ മതി. മിക്കവാറുള്ള ഷെയറിൽ നല്ല ഹൈയിൽ ഓപ്പണായിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. R1 ഒക്കെ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെയാണ് വരുന്നത്. അത് ശ്രദ്ധിക്കണം. ഇത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ ഇന്നത്തെ ഹൈ 1594, പക്ഷേ ഈ നാളത്തെ R1 കാണിക്കുന്നത് 569 ഉള്ളൂ. മസ്ഡോക്കിനെ നോക്കി 3539 പക്ഷേ എങ്കിൽ R1 കാണിക്കുന്നത് 3358. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അത് ഷെയർ നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതിനകത്ത്. അപ്പോൾ ആവറേജേ വന്നോ അതല്ല പിന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെയൊക്കെ വന്നിട്ട് തിരിച്ച് നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ റെയിൽവേ ഗ്രൂപ്പുകൾ RVNL, IRFC, ഇർക്കോൺ, ഇതിനകത്തൊക്കെ നല്ല ഹെവി മൂവ്മെൻറ്റ് ഇന്ന് തന്നിട്ട് ഇറങ്ങിയത്. 425 വന്നു, 494 ക്ലോസ് ചെയ്തിരിക്കുന്നു. നാളെ ഇതൊക്കെ ഹൈ അടിച്ചിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ് ഇതൊക്കെ. അപ്പം സൂക്ഷിക്കാൻ. ഞാൻ ഈ സെല്ലിങ്ങിന് കൂടുതൽ നമുക്ക് നാളെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാര്യം മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ്. ഏതൊരു ചെറിയൊരു നെഗറ്റീവ് ന്യൂസും മാർക്കറ്റിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും താഴോട്ട് പോകാൻ വേണ്ടി. അതുപോലെ ഫിൻപൈപ്പ് ശ്രദ്ധിക്കുക. ഫിൻപൈപ്പ് ഒരു 350 റേഞ്ചിലൊക്കെ പോയിട്ട് ഈ 346 കട്ടിയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ബാങ്ക് ഓഫ് ബറോഡ ഓപ്പണിങ്ങിലൊക്കെ ഈ 320 റേഞ്ച് പോയിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ല, ബാങ്ക് ഓഫ് ബറോഡ അല്ല, ഈ ബാങ്ക് ഓഫ് ബറോഡ വന്നിട്ട് ഈ 305 മുകളിലൊക്കെ പോയിട്ട് 300 താഴോട്ടൊക്കെ, അതായത് ഒന്നീ 300 മുകളിൽ പോയിട്ട് 297 താഴോട്ട് വരണം. അതല്ല എങ്കിൽ 305 മുകളിൽ പോയിട്ട് 305 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ നസാര ടെക്നോളജി പ്രീവിയസ് ഡേ ഹൈ, അതായത് ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. REC ലിമിറ്റഡും ശ്രദ്ധിക്കുക. 620 റേഞ്ചിലൊക്കെ പോയിട്ട് 618 താഴോട്ട് ഇറങ്ങുന്നുണ്ട്, നല്ല ചാൻസ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ ആണ് ഷെയറുകളെല്ലാം. അപ്പം പ്രത്യേകിച്ച് ഈ തന്നിരിക്കുന്ന എല്ലാ ഷെയർസിനകത്തും ഞാൻ ഈ പറയുന്ന രീതിയിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ റിസൾട്ട് ഡേ ആയതുകൊണ്ട് ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്കുള്ളിൽ നിന്ന് ട്രേഡ് എടുക്കാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത് ചെയ്തില്ല എങ്കിൽ അതിനകത്ത് ഇതിൻ്റെ ഡാറ്റ തെറ്റാന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ വിട്ടേരെ. അത് നോക്കണ്ട. ഈ ബാങ്ക് നിഫ്റ്റി ഡാറ്റാസ് എടുത്ത് തെറ്റാന്ന് തോന്നുന്നത് നിങ്ങളങ്ങനെ വിട്ടേക്കും, അത് നോക്കണ്ട. നിഫ്റ്റി ഓക്കെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓക്കെ, ഇവിടെയാണ് തെറ്റ്. 50 ഇവിടെയാണ് തെറ്റ്. ഒരു മിനിറ്റ്.
51133 തെറ്റാ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഈ നിഫ്റ്റി ലെവലുകളൊക്കെ ഇത് സ്പോട്ടിൻ്റെയാണ് ഈ കാണിച്ചേക്കുന്നത്, ഫ്യൂച്ചറിൻ്റെ അല്ല. അപ്പോൾ സ്പോട്ടിൽ ഇത് വരുന്നതിനനുസരിച്ച് ഫ്യൂച്ചറിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്തായാലും നോക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. മാർക്കറ്റ് ഹെവി വോളറ്റിലിറ്റി കാണും നാളെയും. നാളെ മറ്റന്നാളൊക്കെ കാണും. ഇപ്പം ഭൂരിപക്ഷം ഇല്ല, അതിനുശേഷം പിന്നെ ഓരോരുത്തരും അങ്ങോട്ടും ഭൂരിപക്ഷം ഇല്ല എങ്കിൽ, ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഭൂരിപക്ഷം ഇല്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് നടക്കും, ബാർഗെയിനിങ്ങും ഒക്കെ നടക്കും. അപ്പോൾ പലരും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് ചാടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ മാർക്കറ്റ് ഹെവി വോളറ്റിലിറ്റി വരും. ഒരു ഫൈനൽ ഒരു കൺഫേം ഇതാകുന്നത് വരെ അതുപോലുള്ള ഹെവി മൂവ്മെൻറ്റ് നടക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ കഴിവതും കൂടുതലും വന്നിട്ട് എന്താണ് പറയുന്നത്, നമ്മൾ ഇത് ചെയ്യരുത്, റിസ്ക് എടുക്കരുത്. നമ്മുടെ ഒരു കപ്പാസിറ്റിക്കുള്ളിൽ നിന്നിട്ട് വേണം റിസ്ക് എടുക്കാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ. നാളെ അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.